ഇന്ത്യയിലുള്ള കൊറിയൻ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു അടിപൊളി സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പടത്തിന്റെ പേര് എന്താണ്? இப்படி ஒரு ஊர் எங்க இருக்குன்னு தமிழ்நாட்டுல இருக்கிறவங்களுக்கே தெரியாது. ഊരായാലും പേരായാലും അത് മര്യാദയ്ക്ക് പറയണം, എന്നാലേ കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മുടെ കഥാനായിക ശംബകം. ശംബകം ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ പേരാണ് കൊല്ലപ്പലൂർ. അതന്നെ. ഈ ഗ്രാമത്തിൽ റേഞ്ച് ഒന്നും കിട്ടില്ല. നിങ്ങളുടെ ഫോണിൽ ഒരു കട്ടെങ്കിലും റേഞ്ച് കാണിക്കണമെങ്കിൽ നിങ്ങൾ ആനയുടെ മേലേക്ക് കയറി നിൽക്കണം. കുട്ടിക്കാലം മുതൽക്കേ ശംബകത്തിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും കൊറിയയ്ക്ക് പോകണം എന്നാണ്. சத்தமா போட்டா நாங்களும் கேப்பமல்ல. இதெல்லாம் உங்களுக்கு புரியாது. പാട്ട് കേൾക്കാൻ അത് മനസ്സിലാവണമെന്നൊക്കെ ഉണ്ടാവും. ഇവിടെ BTSന്റെ പാട്ട് കേൾക്കണ എല്ലാവരും അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടല്ലേ കേൾക്കണത്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ ശംബകം കൊറിയയെ പറ്റി എല്ലാം പഠിച്ചു. കൊറിയൻ ഭാഷ, കൊറിയൻ ഫുഡ് എല്ലാം പഠിച്ചതിന് ശേഷം ശംബകം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എന്തിനാണെന്നറിയോ? ട്രെയിൻ കയറി കൊറിയയ്ക്ക് പോകാനാണത്രേ. സർ, കൊറിയക്ക് ട്രെയിൻ എപ്പോ വരും? വെറുതെ ചിരിപ്പിക്കരുത്. ശംബകം കൊറിയയെ കുറിച്ച് എല്ലാം പഠിച്ചു. പക്ഷെ കൊറിയയ്ക്ക് എങ്ങനെ പോണെന്ന് മാത്രം ശംബകം പഠിച്ചില്ല. ശംബകത്തിന്റെ അച്ഛന് ഒരു ഇഡ്ഡലിക്കട ഉണ്ട്. ഈ ഇഡ്ഡലിക്കട ശംബകത്തിനെ ഏൽപ്പിക്കണം എന്നാണ് അവളുടെ അച്ഛന്റെ ആഗ്രഹം. ഇവന്റെ പേരാണ് മണി, ശംബകത്തിന്റെ ലവ്വർ. ഇനി ഇവരുടെ ലവ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പാട്ട്. ശംബകത്തിന്റെ അച്ഛന് ഇയാളെ ഇഷ്ടല്ല. உன்னை ஒத்த பசங்கள்லாம் வேலை தேடி சென்னை பெங்களூர்னு போய் செட்டில் இருக்காங்களே, அது மாதிரி நீனும் போய் செட்டில் ஆக வேண்டியது தானே. உங்க வயசுள்ள ராமசாமி குப்புசாமி எல்லாம் மண்டையா போட்டான். நீங்க இன்னும் இருக்கீங்க. நான் ஏதாவது ஃபீல் பண்ணனா? என்ன சொல்ல போற? பார்ல வேலை செய்றேன், ஓ பொண்ணை கட்டி கொடுன்னு சொல்ல வரியா? நீயே ஒண்ணும் இல்லாதவன். ഓ, ബാറിൽ ജോലി ചെയ്യണ ആളെയൊന്നും ഇയാൾക്ക് പറ്റില്ല. பொண்ணை கொண்டு போய் நடு ரோட்ல விளான் பார்த்துட்டு இருக்கறீ. അങ്ങനെ വീട്ടുകാരെയൊക്കെ എതിർത്ത് ശംബകം കാമുകന്റെ കൂടെ ഇറങ്ങി തിരിക്കുകയാണ്. അവസാനം കാമുകന്റെ സഹായത്തോടെ ശംബകം കൊറിയയ്ക്ക് പോവുകയാണ്. உனக்கு பிடிச்ச கொரியாவுக்கு போறோம். அங்க சம்பாதிக்கிறோம். காசை பத்தி எல்லாம் யோசிக்காத, நான் பாத்துக்கிறேன். கொரியால 5 ஸ்டார் ஹோட்டல்ல நீ படிச்ச படிப்புக்கு ஒரு வேலை ഉള്ളതാണോടാ? அது ஏஜென்சி பாத்துக்கிறேன்னு சொல்லிட்டான். ഈ പടത്തിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലൂട്ടൊക്കെ ഊതി വെറുപ്പിക്കുന്നുണ്ട്. അവിടെ ഇവിടെയും കുറച്ച് ഫ്ലൂട്ട് ഊതി വെച്ചോണ്ട് ഈ പടം ഫീൽ ഗുഡ് മൂവി ആയിട്ട് മാറൊന്നുമില്ല. അങ്ങനെ ശംബകം കൊറിയയിലേക്ക് പറക്കാൻ പോവുകയാണ്. നോക്കുമ്പണ്ട് കാമുകന്റെ സഹായത്തോടെയൊന്നും അല്ല ശംബകം കൊറിയയിലേക്ക് പോണത്. ഈ കാമുകൻ തണ്ടി അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊണ്ടാണ് ശംബകം കൊറിയയിലേക്ക് പറക്കാൻ പോണത്. അച്ഛൻ കൊടുത്ത പൈസയിൽ ബാക്കിയുണ്ടായിരുന്ന പൈസ കൊണ്ട് കാമുകൻ ശംബകത്തെ പറ്റിച്ച് മുംബൈയിലേക്ക് പറന്നു. സിമ്പിളായിട്ട് പറഞ്ഞ കാമുകൻ നൈസായിട്ട് അങ്ങട് അങ്ങനെ ശംബകം കൊറിയയിലെത്തി. சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறேன். என்னோட ஃபர்ஸ்ட் இன்டர்நேஷனல் ட்ரிப். ഇത് സിറപ്പില്ല, വെറുപ്പ്. നോക്കുമ്പോ എയർപോർട്ടിന്റെ മുന്നില് ഏതോ ഒരുത്തൻ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോണ്ടോ അവൻ ഒരു കാര്യമില്ലാതെ ശംബകത്തിന്റെ അടുത്ത് വന്ന് ഒരു മാജിക് കാണിക്കുകയാണ്. ഈ മാജിക്കും കാണിച്ച് അവൻ എങ്ങടോ പോയി. ഇതെന്തിനാണ് ഇതൊക്കെ വച്ചക്കണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കൊറിയയിലൊക്കെ ബസ്സിൽ പോണെങ്കിൽ ബസ് കാർഡ് വേണം. അത് നമ്മുടെ ശംബകത്തിന്റെ കയ്യിലില്ല. അല്ല, അപ്പൊ ഇതൊന്നും അറിയാതെയാണോ കൊറിയക്ക് വണ്ടി കയറിയത്? ഫ്ലാഷ് ബാക്ക്. கொரியாவை பத்தி நிறைய தெரிஞ்சுக்க ஆரம்பிச்சேன். ஏன் கத்துக்கவும் ஆரம்பிச்சேன். ചെറുപ്പത്തിൽ തന്നെ കൊറിയനെ കുറിച്ച് അരച്ചു കലക്കി കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് எல்லாத்தையும் துப்பி போட்டு வந்தேன்ல. അതിന് ഇയാളെന്തിനാണ് തല്ലണത്? என்ன இப்படி ஏமாத்தணும் தொடச்சு 8 வருஷம் மேல வச்சிருந்த ட்ரஸ்ட் உடைச்சிட்டால. ഒരു കാര്യമില്ലാതെ തല്ലും കൊണ്ടിട്ട് ഇയാൾ അങ്ങനെ വടി പോലെ നിക്കാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. എന്നാ പോവാൻ നോക്കടാ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. அவன் தான் கூப்பிட்டானா? உனக்கு எங்க போச்சு? அறிவில்ல?
தேவைதான் தேவைதான். വല്ല മരുന്ന് കൊടുത്താൽ കുറയൂത്. நீ எல்லாத்தையும் மாத்தின, அவன் உன்னை ஏமாத்திட்டான். അല്ല ഈ പെണ്ണെന്തിനാ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ്? ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരിക്കണം. നീ ആരടി എന്റെ കെട്ടിയനെ തല്ലേ? അങ്ങനെ ജയിലിലായ ശെമ്പകത്തിനെ ഏതോ ഒരു കൊറിയക്കാരൻ ജയിലിൽ നിന്നും പുറത്തിറക്കുകയാണ്. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ. ഇവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ജയിലിൽ നിന്ന് പുറത്തിറക്കിയതും പോരാഞ്ഞിട്ട് ഈ പെണ്ണ് ബാറിലിരുന്ന് വെള്ളമടിച്ചതിന്റെ പൈസയും ഇയാൾ തന്നെ കൊടുത്തു. Next time you drink soju, 반드시 pay. This time I paid, you don't paid. ഇതെന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. ആരത്? The next day. This no. Big hotel, big hotel. കള്ള വിസയിൽ കൊറിയയിലെത്തിയ ശെമ്പകത്തിന് ഇവൻ ജോലി ശരിയാക്കി കൊടുക്കുകയാണ്. അതിന്റെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ മെഷീനും ഇയാൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം താമസിക്കാൻ ഒരു വീടും ഇയാൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേറെന്തെങ്കിലും ശരിയാക്കണ്ടോ? നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. ഈ ശെമ്പകം പോണോടത്തൊക്കെ ഇവൻ കേറി വരുന്നുണ്ട്. ഇനി ഇവനാണോ കൊറിയത്തെ? ശെമ്പകത്തിന് ഇയാൾ ജോലി ശരിയാക്കി കൊടുത്തു. നോക്കുമ്പോണ്ട് ഇയാൾക്കൊരു ജോലി ഇല്ലാന്ന്. Okay, but what job? Maid. Clean, clean, clean. ആലക്കാരിയാ. അല്ല, ഇവിടുത്തെ രാജകുമാരിയാക്കും. ഇയാളുടെ അമ്മ ഒരു കിടപ്പ് രോഗിയാണ്. അവരെ നോക്കലാണ് നമ്മുടെ ശെമ്പയുടെ ജോലി. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് കിടപ്പ് രോഗിയൊന്നും അല്ല. ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി ഒതുങ്ങിക്കൂടാൻ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ അമ്മച്ചി കിടപ്പ് രോഗിയായിട്ട് അഭിനയിക്കുകയാണ്. പക്ഷെ ഈ കിടപ്പ് രോഗിയായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ഇവരെങ്ങനെയാണ് സ്വന്തം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോണത്? അമ്മച്ചിയുടെ വിഷമം മനസ്സിലാക്കിയ ശെമ്പ അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഹോട്ടൽ തുറക്കുകയാണ്. ഗ്രാനീസ് കിച്ചൺ. കിടപ്പ് രോഗിയായ അമ്മ ഹോട്ടൽ തുടങ്ങിയത് അവരുടെ മകനോ മരുമോൾക്കൊന്നും അറിയില്ല കേട്ടോ. എനിക്കും അറിയത്തില്ല കേട്ടോ. എന്തിനു പറയുന്നു, ഹോട്ടൽ അങ്ങോട്ട് വളർന്നു. അങ്ങനെ ഒരു പണിയുമില്ലാതിരുന്ന നമ്മുടെ കൊറിയക്കാരൻ ചേട്ടൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. പക്ഷെ അതിന് വരുമാനമൊന്നും ആയിട്ടില്ല. How much income you earn? Very less. Everybody listening to Korean music. ஏன் எங்க ஊர்லயே பல பேரு கொரியன் மியூசிக் கேட்டுதான் அங்கிருந்து கிளம்பியெல்லாம் வந்துட்டு இருக்காங்க. അത് മനസ്സിലായി. കൊറിയ ഇഷ്ടമുള്ള ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പടം എടുത്തു വെച്ചത്. പക്ഷെ ഇത് കുറച്ച് ഓവറായി. അങ്ങനെ ശെമ്പ കൊറിയയിൽ സ്വന്തമായിട്ടൊരു ബാൻഡ് അങ്ങോട്ട് തുടങ്ങുകയാണ്. BTSന് പുതിയ എതിരാളി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബാൻഡ് മാത്രമേ ഉള്ളൂ, ഇവർക്ക് പരിപാടിയൊന്നുമില്ല. ഈ ബാൻഡ് 4 ആൾ അറിയണമെങ്കിൽ ഇത്തിരി പണച്ചെലവുണ്ട്. Because we don't have money. We don't have money to make a video. അങ്ങനെ ബാൻഡിന് വേണ്ടി ശെമ്പ അവൾ ഇത്രയും കാലം പണിയെടുത്തുണ്ടാക്കിയ പൈസ മൊത്തം കൊടുക്കുകയാണ്. അങ്ങനെ ശെമ്പയുടെ ബാൻഡ് വേൾഡ് മൊത്തം ഫേമസ് ആയി. ഇതാണ് ശെമ്പയുടെ ബാൻഡിന്റെ പാട്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇത് മലർവാടി ആർട്സ് ക്ലബ്ബാണ്. ചായക്കട നടത്തുന്ന കുമാരേട്ടൻ കാശ് മുടക്കി കുറച്ച് ചെക്കന്മാരുടെ ജീവിതം രക്ഷപ്പെടുത്തും. കൊറിയത്തെ മലർവാടി ആർട്സ് ക്ലബ്ബ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കൊറിയക്കാരെല്ലാവരും ചേർന്ന് ശെമ്പയുടെ ഒരു പ്രതിമ പണിയും. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതിന്റെയൊക്കെ ഇടയില് പ്രളയം കാരണം ശെമ്പ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. നോക്കുമ്പോ അതാ നിൽക്കുന്നു പറ്റിച്ചിട്ട് പോയ പഴയ കാമുകൻ. 30 ലക്ഷം കൊണ്ട് മുങ്ങിയിട്ട് 30 രൂപയുടെ ബ്രെഡും കൊണ്ട് വന്നിരിക്കുകയാണ് നാണം കെട്ടവൻ. കുറച്ചു കഴിഞ്ഞപ്പോ ശെമ്പയെ അന്വേഷിച്ച് കൊറിയക്കാരങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരായിട്ടങ്ങ് തീർത്തു തരും. உன்னை பார்க்க இவ்வளோ தூரத்துல இருந்து ஒரு 4 பேர் வந்திருக்காங்க பாரு. அதுதான் எனக்கு பெரிய சந்தோஷம். ഈ തന്തയ്ക്ക് ഇന്ത്യക്കാരൊന്നും പറ്റില്ല. ബാറിൽ ജോലി ചെയ്യുന്ന പയ്യനെ ഇയാൾക്ക് പിടിക്കില്ല. കൊറിയയിൽ ജോലിയും കൂലി ഇല്ലാതെ നടക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്ത്യക്ക് കെട്ടിയെടുത്തപ്പോ ഇയാൾക്ക് സന്തോഷമായി. ഇത്ര ഫോറിനേഴ്സ് എങ്ങനെയുള്ളവരാണെങ്കിലും ഇന്ത്യക്ക് വന്ന അവര് പുണ്യാളന്മാരാണല്ലോ അല്ലെങ്കിലും. അവസാനം ശെമ്പ തിരിച്ച് കൊറിയയിലേക്ക് പോയി ആ ഹോട്ടൽ നടത്തി ജീവിച്ചു. കഥം. സോറി ഒരു ടിസ്റ്റും കൂടി ഉണ്ട്. ശെമ്പ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഒരാൾ മാജിക് കാണിച്ചത് ഓർമ്മ ഉണ്ടാവും ഇല്ലേ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതാരാന്നറിയോ? അയാളാണ് ശെമ്പയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്ത ഈ കൊറിയക്കാരൻ. അതിനൊന്നുമില്ലേ? അതിനിപ്പോ എന്താലേ? ശരി എന്നാ.